വാസ്തവത്തിൽ ഈ സ്വന്തം പട്ടാളക്കാരോട് ഇത്രയധികം മര്യാദകൾ കാണിച്ച ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ടായിട്ടില്ല. എന്തൊരു കൺഫ്യൂഷനാണ് ആ മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. ഈ അമേരിക്ക വൺ ഓഫ് ദ മോസ്റ്റ് ഡിസിപ്ലിൻ ഫോഴ്സസ് ആണ് ലോകത്തിലെ. അവരുടെ ആർമി, അവരുടെ നേവി, അവരുടെ മറൈൻസ്, അവരുടെ സംവിധാനങ്ങളെല്ലാം എന്തൊക്കെ പറഞ്ഞ് നമുക്ക് അമേരിക്കയിൽ 110 കുറ്റം പറയാം. പക്ഷേ അവരുടെ മിലിറ്ററിയുടെ പ്രൊഫഷണലിസം ഈസ് അൺമാച്ച്ഡ് ഇൻ ദ വേൾഡ്. അങ്ങനെയുള്ള മിലിറ്ററിയെ ഇയാൾ രാവിലെ ഒരു ഓർഡർ, ഉച്ചയ്ക്ക് വേറെ ഓർഡർ, അടിക്കട നിർത്തട, പുറകോട്ട് മാറട, മുമ്പോട്ട് പോകും. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവസാനം അവരിട്ടിട്ട് ചേട്ടനൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ഏത് മനുഷ്യനും അങ്ങനെ പറയുമല്ലോ. എന്നിട്ടും അവർ പിടിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം ഈ അമേരിക്കൻ മിലിറ്ററി തിരിഞ്ഞ് അവരുടെ സുപ്രീം കമാൻഡറാണ് ഡൊണാൾഡ് ട്രംപ്. അവർ പറയും, യു ടേക്ക് എ ഡിസിഷൻ, ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ്, വിൽ ഡു ദാറ്റ്. ഇങ്ങനെ ഇട്ട് ഞങ്ങളുടെ പിള്ളേരെ ഇട്ട് കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് പെൻറ്റഗൺ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നമില്ലാതെ ഇപ്പോഴും പോകുന്നത്. പെൻറ്റഗണാണ് ഇതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ. അല്ലെങ്കിൽ പട്ടാളക്കാർ നമ്മുടെ പട്ടാളക്കാരെ പോലെയല്ല, അവർ അത്ര പൊളൈറ്റൊന്നും അല്ല അമേരിക്കൻ പട്ടാളക്കാർ. അവരിടയ്ക്ക് രാജിവെക്കും, ഇവർ രാജിവെപ്പിക്കും, അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ പട്ടാള മേധാവിയെ നമ്മൾ രാജിവെപ്പിക്കും. അവിടേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇരുചെവിയറിയാതെ നമ്മളത് തീർത്തിട്ട് അങ്ങ് പോകും. ടിൽ റിട്ടയർമെൻറ്റ്. കീ പോസ്റ്റിലിരിക്കുന്ന പട്ടാളക്കാരൊന്നും നമ്മൾ മാറ്റുന്ന പ്രശ്നമില്ല. അവരങ്ങനെയില്ല. കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞു വിട്ടില്ല. അവർ ഈ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ എ ജനറൽ ഹു വാസ് നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ട്രംപ്, അയാളെ പറഞ്ഞു വിട്ടു. അത് പറഞ്ഞു വിടാനായിട്ട് പ്രസിഡൻറ്റ് പോലും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പീറ്റ് ഹെക്സിറ്റാണ് അയാളോട് എന്താ സെക്രട്ടറി ഓഫ് വാർ, സെക്രട്ടറി ഓഫ് ഡിഫൻസ് എന്നായിരുന്നു നേരത്തെ ഡെസിഗ്നേഷൻ. ട്രംപ് വന്നിട്ടാണ് സെക്രട്ടറി ഓഫ് വാർ. അതായത് എന്ത് പ്രതിരോധം, യുദ്ധം, നേരെ അങ്ങ് പറയടാ. അപ്പോൾ നമ്മൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നതിന് പകരം യുദ്ധമന്ത്രി, പുള്ളിയുടെ ജോലി എന്താ, യുദ്ധം ചെയ്യുക, അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് ആ മനുഷ്യനാണ് ഈ പിരിച്ചുവിടലൊക്കെ നടത്തുന്നത്. മഹാകഷ്ടമാണ്.